ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുനീഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാപ്പ് റീഡിങ്ങിൽ, അതായത് NCC സ്റ്റുഡൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാപ്പ് റീഡിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളൊരു സബ്ജക്റ്റുമാണ് മാപ്പ് റീഡിങ്. അപ്പോൾ SD, SW, JD, JWന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേസൺ എന്ന് പറഞ്ഞാൽ ആൻ ഏരിയ ഓർ ഫെയർലി ലെവൽ ഗ്രൗണ്ടഡ് സറൗണ്ടഡ് ബൈ ഹിൽസ് or the area drained by a river or is distributaries. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ, ഈ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, അതിൻ്റെ നടുവിലുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ ബേസൺ എന്ന് പറയുന്നത്. ആ റെഡ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ടൊരു പർവ്വതത്തിൻ്റെ നടുക്കുള്ളൊരു ഭാഗത്തെയാണ് ബേസൺ എന്ന് പറയുന്നത്. അവിടെ എന്താവും, മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം ഫുള്ള് ഒഴുകി വന്ന് അവിടെ കൂടിച്ചേർന്ന് അവിടെ വല്ല ലേക്കായിട്ടോ പുഴയായിട്ടോ രൂപപ്പെടുന്നു. പിന്നെ അതിൻ്റെ ശാഖകൾ അവിടുന്ന് ഒഴുകാൻ തുടങ്ങുന്നു. അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ചെറിയ ബ്ലൂ കളറിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ബേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ. നെക്സ്റ്റ് നോക്കാം. കോളിയ ഷഡൽ എ നാരോ റിഡ്ജ് ഓഫ് ഹൈ ലാൻഡ് ജോയിങ് അപ് ടു ഹെയർ ഹിൽസ്. 2 മലകൾ ജോയിൻ ചെയ്തതിൻ്റെ നടുവിലുള്ള ചെറിയൊരു കുഴിയുള്ള ഭാഗമുണ്ട്. അതിലേലും മലമുകളിൽ നടുവിൽ കുഴിയുള്ള ഭാഗമുണ്ട്, അല്ലെങ്കിൽ മല പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മലകളിലും നടുവിലുള്ള കുഴിയുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ കോളിയ ഷഡൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. കൊടുത്തിട്ടുണ്ട് അവിടെ കോളിയ ഷഡൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ആ ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ജോയിൻ്റ് വരുന്ന അവിടെ ഒരു കുഴിയുള്ള ഭാഗം, അതിന് നമ്മൾ കോളിയ ഷഡൽ എന്ന് പറയുന്നു. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. വേറൊന്ന് കൊടുത്തിട്ട് ഡോട്ട് കൊടുത്തിട്ട് അവിടെ ആരോ മാർക്ക് കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഭാഗത്തെയാണ് കോളിയ ഷഡൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിലും വേറെ സിമ്പിളായിട്ട് രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് വരുന്ന ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഹയസ്റ്റ് പാർട്ട് ഓഫ് ഹിൽസ് or mountain range. It is that line on the range of hills or mountain from which the ground slope down in opposite direction. ഒരു മല എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് മല, നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിൻ്റെ നോക്കുക. ആ മലയുടെ ഏറ്റവും ടോപ്പായ ഭാഗം നോക്കുക. ആ മൊനയായിട്ട് നിൽക്കുന്ന ഏറ്റവും ടോപ്പായ ഭാഗം നോക്കുക. ആ ഭാഗത്തെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മുന്നിൽ കാണുന്ന ചിത്രത്തിലെ മല, അതിൻ്റെ ഏറ്റവും ടോപ്പായുള്ള ഭാഗത്തെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ അവിടുന്ന് എന്താണ് സംഭവിക്കുന്നത്, അവിടുന്ന് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്രസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് എന്താണ് 4 സൈഡിലേക്കും ഏത് ഡയറക്ഷനിലേക്ക് എന്താവുകയാണ്, സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും ചിന്തിക്കുക, ഏത് മലയാണേലും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഭാഗത്തെ, ഏറ്റവും ഉയർന്ന ഭാഗത്തെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാലത് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. അടുത്ത് നമുക്ക് നോക്കാം. ഡെഡ് ഗ്രൗണ്ട് ആണ് അടുത്തത്. ഡെഡ് ഗ്രൗണ്ട് വിച്ച് ബിക്കോസ് അൺഡുലേഷൻ ഓർ ഹിൽസ് ഈസ് നോട്ട് വിസിബിൾ ടു ദ ഒബ്സർവർ. അതായത് ഒരു ഒബ്സർവർ അതിൻ്റെ മുകളിൽ ഒരു പോസ്റ്റ് വെക്കുകയാണല്ലോ, അവിടെ നിന്ന് ഒബ്സർവേഷൻ ചെയ്യുകയാണെങ്കിൽ അടിയിൽ നിങ്ങൾ കണ്ടില്ല ഒരു തോട്, പുഴ പോലൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഭാഗത്തെയാണ് നമ്മൾ അല്ലെ ഡെഡ് ഗ്രൗണ്ട് എന്ന് നമ്മൾ പറയുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നോക്കുക. ആ മലയുടെ മുകളിൽ നിന്ന് ഒബ്സർവർ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം അവർക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പം അവർക്ക് ആ ഭാഗത്തെ നമ്മൾ ഡെഡ് ഗ്രൗണ്ട് എന്ന് പറയും. അപ്പം ഡെഡ് ഗ്രൗണ്ടിൽ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മലയുടെ മുകളിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഭാഗം നമ്മൾക്ക് എന്തായാലും സിമ്പിളായി ചിന്തിച്ചാൽ തന്നെ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ ഡെഡ് ഗ്രൗണ്ട് എന്ന് പറയും. അതിനെ ഒബ്സർവേഷൻ ചെയ്യാനും കവർ ചെയ്യാനും വേറെ എക്യുപ്മെൻറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഏകദേശം 4 ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ